നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് കൂട്ടായിലുള്ള നോഹിന്റെ വീട്ടിലാണ്. ആകെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ രാവിലെ 6 മണിക്ക് നമ്മൾ എത്തിയ സമയത്ത് മുതൽ തന്നെ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ മൃതദേഹം എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ 2 മണിക്കൂറിനകം തന്നെ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ ഈ പൊതുദർശനം പൂർത്തിയാക്കി സമീപത്തുള്ള റാത്തീബ് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തുക എന്നുള്ളതാണ് നിലവിൽ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. മൃതദേഹം എത്തുന്ന മുറക്കായിരിക്കും അതിന്റെ സമയങ്ങൾ ക്രമീകരണം വരുത്തുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ 11 വർഷമായി ഈ KP നൂഹ് കുവൈത്തിൽ ജോലി ചെയ്ത് വരുന്നയാൾ കൂടിയാണ്. അതിനിടയിൽ കഴിഞ്ഞ 4 മാസം മുന്നേ അദ്ദേഹം നാട്ടിലേക്ക് വരികയും തിരിച്ച് 4 മാസം മുന്നെയാണ് അദ്ദേഹം കുവൈറ്റിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ മടങ്ങിയെത്തിയ ഘട്ടത്തിലാണ് അദ്ദേഹം പുതിയ ഒരു ഫിഷ് മാർക്കറ്റിൽ ജോലിക്ക് പ്രവേശിക്കുകയും അങ്ങനെ നിലവിൽ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്ന ഈ താമസ സ്ഥലത്തേക്ക് മാറുന്ന ഒരു ഘട്ടം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ തീപിടുത്തം ഉണ്ടായത് അറിഞ്ഞ ഉടനെ തന്നെ ഈ നൂഹിന്റെ താമസിക്കുന്ന മുറിയിൽ നൂഹടക്കം 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. നൂഹ് മറ്റുള്ള 3 പേരെയും വിളിച്ചുണർത്തി ഇത്തരത്തിൽ ഒരു തീപിടുത്തമുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും ഉടൻ തന്നെ എല്ലാവരും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് ഉണ്ടായത്. അതിൽ നൂഹ് ഈ കെട്ടിടത്തിന്റെ നേരെ താഴ്ഭാഗത്തേക്കാണ് ഓടിയത്. എന്നാൽ താഴ്ഭാഗത്ത് നിന്ന് തീ അതിവേഗം പടരുകയും ഇവിടെ പുകപടലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായി. അങ്ങനെ ഈ പുകപടലങ്ങളെല്ലാം തന്നെ ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് നൂഹ് മരിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ ആദ്യഘട്ടത്തിൽ തന്നെ നൂഹ് മരിച്ചിരുന്നു. പക്ഷേ ബന്ധുക്കൾക്കോ മറ്റാർക്കും തന്നെ അത് കണ്ടെത്താൻ കഴിയാത്ത ഒരു ഘട്ടമുണ്ടായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. പിന്നീട് ഈ നൂഹിന്റെ സഹോദരനും മറ്റുള്ളവരും ഒക്കെ തന്നെ കുവൈത്തിൽ ജോലി ചെയ്തു വരികയാണ്. അവർ അങ്ങനെ ആശുപത്രികളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും നൂഹിനെ കണ്ടെത്താനായില്ല. പിന്നീട് മോർച്ചറിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ മരിച്ചിരിക്കുന്നത് കൂട്ടായി സ്വദേശിയായിട്ടുള്ള തന്റെ സഹോദരനായ നൂഹാണ് എന്നുള്ള കാര്യത്തിൽ വിവരങ്ങൾ നൽകിയത്.